തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധ സമാനമായ സാഹചര്യമാണ്. ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. ജെറുസലേമിലും ടെൽ അവീവിലുമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. ജെറുസലേമിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 60 പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരങ്ങൾ. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞു. ഇതിനിടെ സമാധാനം നിലനിർത്തണമെന്ന ആഹ്വാനവുമായി UN രംഗത്തെത്തി. Earlier this morning, the Secretary General spoke to the Foreign Minister of the Islamic Republic of Iran. They, as you can imagine, discussed the situation created by the events unfolding in the past few hours. The Secretary General reiterated the position he expressed publicly that I read to you. He also expressed that we need to avoid at all costs a deadly confrontation that might get out of control. Our humanitarian colleagues tell us that the Israeli authorities continue to deny many humanitarian movements aimed at providing support to the population within the Strip. Yesterday, the Israeli authorities rejected 8 out of 18 attempts made by the UN to coordinate such movements, including efforts to retrieve wheat flour and fuel supplies. 78 പേർ കൊല്ലപ്പെട്ടതായി യുഎനിലെ ഇറാൻ സ്ഥാനപതി അറിയിച്ചു. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ രാത്രി കനത്ത മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതായത് ഒരു യുദ്ധത്തിലേക്ക് അതിവേഗം പശ്ചിമേഷ്യ നീങ്ങുകയാണോ? തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ വേണം ശ്രീജ നമ്മൾ കരുതാൻ. കാരണം ഒരു സംഘർഷത്തിന് യാതൊരുവിധ അയവുമില്ല. ഇന്നലെ പുലർച്ചയോടുകൂടി നടന്ന ആക്രമണം അത് വലിയ രീതിയിൽ പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. ആദ്യം ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണമായിരുന്നു ഇറാനിലേക്ക് ഉണ്ടായത്. ഇറാനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടം അവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടെഹ്റാനിൽ പലയിടങ്ങളിലും 13 ഇടങ്ങളിലായിട്ടായിരുന്നു പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നത്. അതൊക്കെ ലക്ഷ്യം കാണാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ആണവ കേന്ദ്രങ്ങളും ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം നടന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഇറാനിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ വരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചടി നൽകിയതായിട്ടുള്ള സ്ഥിരീകരണം ഇസ്രായേൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടെൽ അവീവിലും ജെറുസലേമിലും സെൻട്രൽ ഇസ്രായേലും ഒക്കെയാണ് ഇത്തരത്തിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്, ഒപ്പം തന്നെ മിസൈൽ ആക്രമണം ഉണ്ടായത്. അതിൽ പല കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നേരത്തെ 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചതായിട്ടുള്ളൊരു സ്ഥിരീകരണം വരികയും ചെയ്തു. അത് ഇത്തരത്തിൽ സിറിയൻ അതിർത്തിയിൽ വെച്ച് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ചിലത് നശിപ്പിക്കാൻ മാത്രമേ ഇസ്രായേലിന് സാധിച്ചിട്ടുള്ളൂ. മറ്റ് ഡ്രോണുകളും മിസൈലും ഒക്കെ ഇത്തരത്തിൽ ടെൽ അവീവിലൊക്കെ കനത്ത നാശനഷ്ടം വഹിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്തത്. ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് നിലവിൽ ഈ മിസൈലുകൾ പതിച്ചത് കെട്ടിടത്തിന് മുകളിലാണ്, അതായത് ജനവാസ കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ ആക്രമണത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ടെഹ്റാനിൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇന്നും പുലർച്ചയോടുകൂടി വീണ്ടും ഇറാൻ അഭിമുഖീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസ്താവന കൂടി ഇറക്കിയിരുന്നു. കാരണം നമുക്ക് അത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പും ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് ഇറാനെ ഒരു പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചേക്കാം, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതിന് ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇത്തരത്തിൽ ഇറാന് നേരെ ഉണ്ടാവുകയും ചെയ്ത്. തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇന്നലെ ആക്രമണത്തിന് ശേഷം വൈകിട്ടോടുകൂടി വീണ്ടും US പ്രസിഡന്റിന്റെ ഒരു മുന്നറിയിപ്പ് വരുന്നു. താൻ ആദ്യം ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയതായിരുന്നു, പക്ഷേ അത് അവഗണിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു നാശത്തിലേക്ക്, ഇറാനിൽ ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്ത്. ഒപ്പം തന്നെ വീണ്ടും പറയുന്നു
പറയുന്നു വീണ്ടും ഈ ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകണം, അതിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെക്കുന്നു. അല്ലെങ്കിൽ വലിയ നാശത്തിലേക്ക് പോവുകയും ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ആയുധങ്ങൾ മറ്റും നിർമ്മിക്കുന്ന US ആണ്. അതിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ പക്കലുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്ന ആക്രമണം അത് അതിക്രൂരമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് നൽകുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ മധ്യേഷ്യയിൽ ഒരു വലിയ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മിഥുൻ, ഈ ഒരു ആക്രമണം ഇന്നലെ പുലർച്ചെ വീണ്ടും ആരംഭിക്കുമ്പോൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് കൃത്യമായ ചില ലക്ഷ്യങ്ങൾ ഇസ്രയേലിനുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വ്യക്തികൾ, ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ. അതായത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അവർ അത് ബാധിക്കപ്പെട്ടിട്ടില്ല. ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും ഇന്നലെയൊക്കെ വന്ന വാർത്ത ചെറിയ രീതിയിലുള്ള ആണവ ചോർച്ചയുണ്ട്, അങ്ങനെ സംശയമുണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എത്ര കണ്ട് ഇപ്പോൾ ഇറാന് കഴിയുന്നുണ്ട്? ശ്രീജ, അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള കനത്ത നാശനഷ്ടം തന്നെ ഇറാനെ സംബന്ധിച്ചുണ്ടായി എന്നുള്ളത് തന്നെയാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബഗേരി, ഒപ്പം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ മറ്റൊന്ന് ഈ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുൻ തലവൻ ഫെരൂദുൻ അബ്ബാസി, അലി ഷംഖാനി, അതായത് അവിടുത്തെ പരമോന്നത നേതാവ് കൂടിയായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശവും കൂടിയായിട്ടുള്ള അലി ഷംഖാനി അടക്കമുള്ള പ്രധാനപ്പെട്ട 4 പേരാണ് കൊല്ലപ്പെടുകയും ചെയ്ത ഈ ആക്രമണത്തിൽ. മറ്റു പ്രധാനപ്പെട്ട 6ഓളം ശാസ്ത്രജ്ഞർ, ഈ ആണവ കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട 6ഓളം ശാസ്ത്രജ്ഞർ കൂടി മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അത് ഇറാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നാത്തൻസിൽ ചെറിയ രീതിയിൽ ആണവ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നുകയും ചെയ്യുന്നു. അത് പക്ഷേ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഇറാൻ അത് അംഗീകരിക്കുന്നില്ല, അത് പൂർണ്ണമായും തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ കൃത്യമായി ലക്ഷ്യമിട്ടത് സൈനിക കേന്ദ്രങ്ങളാണ്, ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളാണ്. അവ ലക്ഷ്യം കാണാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർ മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ആക്രമണം നടത്താൻ സാധിച്ചു എന്നാണ് പിന്നീട് IDF വ്യക്തമാക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ തങ്ങളുടെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ ഏതറ്റം വരെയും പോകുമെന്ന് കൂടി അവരുടെ സൈനിക മേധാവികൾ വ്യക്തമാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെയാണ് അയത്തുള്ള ഖമേനിയുടെ ഒരു പ്രസ്താവന വരുന്നത്. കൈപ്പേറിയ രീതിയിലുള്ള മറുപടിയായിരിക്കും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് നൽകാൻ പോകുന്നത്, കാത്തിരുന്നോളൂ എന്നുള്ള രീതിയിലൊരു മുന്നറിയിപ്പായിരുന്നു നൽകിയത്. പക്ഷേ മുൻകൂട്ടി ഇത് ഇസ്രായേൽ കണ്ടിരുന്നു. കാരണം പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജോർദാൻ